My name is Diana. Today we are hiking. I love you. അസർ കൈമയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലം അത് തന്നെ ഒരു മലമുകളിൽ കയറി പൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്, ഇനി മേലോട്ട് കയറണം. തണുപ്പിച്ചിരി കുറവല്ലേ? നമ്മുടെ നേതാവാണ് മുന്നേ പോകുന്നത്, തൊഴിഞ്ഞാട്ട്. നമ്മുടെ ഒറിജിനൽ ഹൈക്കിങ് ഇത് ആരംഭിച്ചിട്ടില്ല, അതിനിപ്പുറം തന്നെ കിഴക്കാൻ തുടങ്ങി. ഓ മാരകം മാരകം. ഇനി ഇച്ചിരി നല്ല വഴിയാന്ന് തോന്നുന്നല്ലേ വാസി? നമ്മളിപ്പോൾ ജബൽ ജയ്സിലാണ്. രാവിലെ ഉള്ള നടത്തമാണ്. നല്ല എനർജറ്റിക്കായിട്ട് വന്ന കുഴയാൻ തുടങ്ങി. കയറാറായില്ല, ഇല്ലേ അതിൻ്റെ മുകളിൽ പോകണം കേട്ടോ. മൈ ഗോഡ്, അടിപൊളി. മേളിൽ കയറണം നമുക്ക്. നല്ല ആൾക്കാരാണ്. ക്യാപ്റ്റൻ സാറിനൊക്കെ ആൾക്കാർ കയറി വരുന്നു. പൊക്കോട്ടല്ലേ, ക്ഷീണമില്ലാത്ത യാത്രയാണ്. രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. കംപ്ലീറ്റ് പാറയാ. കയറി വാ. വാസി വാസി അങ്ങേറ്റതാ. അയ്യോ, കുറച്ച് കടന്നാലെന്തല്ലേ? ഇതാ സൂപ്പർ. മഞ്ഞ് കൂടി കിടക്കുന്നുണ്ട് ഏറ്റവും മേളിൽ. ഇവിടെ നല്ല മൈനസാണ്. കയറി ഒന്നും പോകണ്ട. ഇനിയാണ് മോനെ കഥ മാറാൻ പോകുന്നത്. അയ്യോ അതെ പറഞ്ഞോട്ടോ. നമ്മള് ഇനി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. വളരെ സാഹസികമായ യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് മഞ്ഞായിരിക്കും. ചെറിയ പൊടിമഴയുണ്ടല്ലേ? അമ്മേ ഉണ്ടോ? ഇനി അങ്ങോട്ടൊന്നും കാണാൻ മേല, ഫുള്ള് മൂടി കിടക്കുകയാണ്. ചെറിയ മഴയുണ്ട്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ആ കയറിപ്പോര്. ഇവിടെ ചെറിയ റിസ്ക് ആണ്. ചെറിയ കുഴിയുണ്ട് കേട്ടോ. പാറ പൊട്ടിച്ചിട്ടാടാ. ആ ഇവിടെ കൊണ്ടുപോകണ്ട കാണുമായിരിക്കും. ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകും. ആണോ? എങ്ങനെയാണോ? കുഴിച്ചു ആ പൊട്ടിപ്പോന്നായിരിക്കും. തീർന്ന് വേണ്ട, നിപ്പുണ്ടോ? ഒരെണ്ണം ഇങ്ങ് ഉരുണ്ട് വന്നാൽ തീർന്നു. പിന്നെ നാളെ പത്രത്തിൽ നോക്കിയാൽ മതി. ചെറിയ മഴയുണ്ടല്ലേ? അയ്യോ, ഇനി അവിടെ കയറി പോണം ഏറ്റവും.
എങ്ങനെയുണ്ട് നമ്മുടെ ഹൈക്കിംഗ്? നല്ല യാത്രയാണ്. നല്ല അനുഭവത്തിൽ ആദ്യമായിട്ടാണ് 25 വർഷമായിട്ട് ദുബായിലുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. ഇതുവഴി കടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ മലനിരകൾ ഇങ്ങനെ പറ്റി ചിന്തിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവം. അടിപൊളി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വടകര NRI ഫാമിലിയുടെ രണ്ടാമത്തെ ഹൈക്കിംഗ് ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റാസൽ കൈമയിലെ അത്യുന്നതങ്ങളിൽ അപൂർവമായ ഒരു മലയിടുക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്ന് പറയുന്നത് ഈ മലയിടുക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ പോയാലും കാണാത്ത അത്രയും പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു മഴയുടെ സാധ്യതയുണ്ട്. അതൊന്നും വകവെക്കാതെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ നിരനിരയായി മുകളിലേക്ക് കയറാൻ കുതിക്കുകയാണ്. വാദഭക്ഷണം ആപ്പിൾ. മല കയറാനുള്ള ഊർജ്ജമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഇനി ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇതുവരെ കണ്ട് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം. ഇനി കാണപ്പോവത് നീച്ചം അല്ലേ മോഹൻലാൽ പറയുന്നത്. സാധനം പൊളി കേട്ടോ. ഇനി കയറി മേളി ചെല്ലണം. ഇനിയാണ് റിസ്ക്. അതെ അതെ, വെരി റിസ്കി ജേർണിയാണ്. നമ്മുടെ ടീം പോകുന്ന പോക്കാണ് ഈ പോകുന്നത്. അയ്യോ എമ്മാരി പോക്ക്. തളർന്നിട്ടില്ല. ഒരു ആപ്പിളിൻ്റെ വെള്ളത്തിൽ എല്ലാവരും കയറി പോകുന്നത് അല്ലേ? അതെ, ഫുഡ് കഴിക്കാത്തല്ലേ. അയ്യോ അവിടെ ചെല്ലണം മേളി. ചെറിയ മഴയുണ്ട്. ഓക്കെ. ഓ മൈ ഗോഡ്, റിസ്കി. മലയാറ്റൂർ മല പോലും ഇതുവരെ കയറിയിട്ടില്ലപ്പാ. അവിടെ വഴുക്കും കേട്ടോ കാല്. അത് സൂക്ഷിക്കണം. വഴുതൽ നോക്കണേ. വഴുതൽ എത്ര രൂപയുടെ സാധനം കിടക്കുന്നല്ലേ നാട്ടിൽ കെട്ടി. അത് തീർന്ന് ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ച് ഇത് എവിടുന്നോ പൊട്ടി വീണതാണ് കേട്ടോ. താഴോട്ട് വീഴല്ലേ, നോക്കിപ്പോണം. അല്ല ഈ പീസ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. ഓ മൈ ഗോഡ്, ഒരു പീസ് വീണാ മതിയല്ലേ. സ്ലിപ്പറി ഫ്ലോട്ടാ. അല്പം സാഹസമുള്ള യാത്ര ഫുട്പാട്ടല്ലേ. അതെ, കൊണ്ട് അനുഭവിപ്പിക്കണ്ടേ. ഈ ഇടയിൽ കൂടെ പോവാന്ന് പറഞ്ഞ തെന്നുന്നുണ്ട്. നോക്കി പിന്നെ ഇത് പൊളി. പിടിച്ചു പോയില്ലെങ്കിൽ പണി പാടും. ആണോ? വണ്ടി മേളിൽ കൊണ്ടുവരാൻ പറയാ. ചെളിയുണ്ട്. എന്നെ കൊന്നടാ പോയി. ആ
തിരിച്ചു വരുമ്പോഴേക്കും. അതെ, അയ്യോ അയ്യോ നമ്മൾ ഏറ്റവും പൊക്കത്തെറ്റി ഇനിയും കയറാണ്ടല്ലോ അത്. അല്ല അത് കണ്ടില്ലേ? അയ്യോ ആ എന്താ വ്യൂ മോനെ, കംപ്ലീറ്റ് ആൾക്കാർ മേളിലെത്തി. അയ്യോ സൂപ്പർ, എന്താ മോനെ വ്യൂ. എടുക്കാൻ എക്സ്പീരിയൻസ്. പക്ഷേ പടമൊന്നും കുറച്ച് വെള്ളം കുടിക്കല്ലേ. സക്സസ്ഫുള്ളി ഞങ്ങളുടെ ഹൈക്കിങ് വന്ന വഴിയാണ് കംപ്ലീറ്റ് ആയിരിക്കാൻ. ഫൈനലി കംപ്ലീറ്റ്. അയ്യോ നമ്മളെ വടകരന്നാർ സംഘടിപ്പിച്ച യാത്ര കഴിഞ്ഞ് നമ്മൾ മല ഇറങ്ങുകയാണ്. അപ്പോൾ മല ഇറങ്ങുമ്പോൾ നല്ല അതിമനോഹരമായ, ഇന്ന് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ദൈവ അനുഗ്രഹമുണ്ട്. നല്ലൊരു കാലാവസ്ഥ, ചെറിയൊരു ചാറ്റൽ മഴ. എല്ലാവരും നമ്മുടെ ട്രിപ്പ് എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ അടിപൊളി, സൂപ്പർ. പ്രവീൺ എന്താ പറയാനുള്ളത് ട്രിപ്പിനെ കുറിച്ച്? എന്താ പറയണത്? വടകരന്നാറൈ പല പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈക്കിങ്ങിലേക്ക് വന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുകളിലേക്ക് കയറുന്നതിനെക്കാട്ടും നല്ലത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നത്. അതിന്റെ വ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ഇത് ചെയ്യാൻ പറ്റുന്നത് താഴേക്ക് ഇറങ്ങുമ്പോഴാണ്. വളരെ ഈ വടകരനാറിനോടുള്ള ഒരു നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. താങ്ക് യു.